നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഗിരിയുടെ ജീവിതത്തിലെ ദുശകനമായിരുന്നു ഇവള്. ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയ അന്നു മുതൽ തുടങ്ങിയതാ ഗിരിയുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളൊക്കെ. ഇപ്പൊ ഗിരിയുടെ ജീവിതത്തിലുണ്ടായ എല്ലാ ദുർവിധിക്കും കാരണം ഇവള് തന്നെയാ. ആന്റി പ്ലീസ്, ആന്റിയുടെ സങ്കടവും വേദനയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഗിരിക്ക് സംഭവിച്ചത് എന്തായാലും അത് എല്ലാവരെയും ബാധിച്ചിട്ടുണ്ടെന്ന് ആന്റി മനസ്സിലാക്കണം. വെറുതെ സുമിയെ കൂടുതൽ സങ്കടപ്പെടുത്തരുത്. നിങ്ങളൊക്കെ കരുതുന്ന പോലെ ആയിരുന്നില്ല അവരുടെ ബന്ധം. അത് ഏറ്റവും നന്നായി അറിയാവുന്ന ഞങ്ങൾക്കാ. പരസ്പരം അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന രണ്ടു പേരായിരുന്നു ഗിരി സുമി. താലി കെട്ടിപ്പോയത് കൊണ്ട് മാത്രം കൂടെ കൂട്ടുന്ന ഒരാളെ ഭാര്യയെന്നല്ല, ഭാരമെന്നാ വിശേഷിപ്പിക്കുന്നത്. അതായിരുന്നു ഇവള്, അതായിരുന്നു ഗിരിക്ക് ഇവള്. സ്വന്തം അനുജത്തിക്ക് വേണ്ടി അവൻ സ്വയം ഏറ്റുവാങ്ങിയ ഭാരം. അമ്മേ, ഗിരി എനിക്കും ഞാൻ ഗിരിക്കും എന്തായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാം. ദയവേത് അമ്മ എന്നിങ്ങനെ വേദനിപ്പിക്കരുത്. അയ്യോ, എനിക്ക് നിന്നെ വേദനിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ യാതൊരു ഉദ്ദേശവും ഇല്ല. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, നീ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല സുമിത. നിനക്ക് നിന്റെ വീട്ടിൽ പോവാം. അതെ, ഭാര്യ നിൽക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലല്ലേ? അത് വേണ്ടെന്ന് പറയാൻ ആർക്കാ അവകാശം? ഇത്രയും നാളും അമ്മ പറഞ്ഞതൊക്കെ വള്ളി പുള്ളി വിടാതെ അനുസരിച്ചിരുന്നോളാം ഞാൻ. പക്ഷേ ഈ വിഷയത്തില് സുമിതയ്ക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ആ, അതിന് സുമിത എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവളുടെ ഭാഗ്യദോഷങ്ങളാ എന്റെ ഗിരിയെ ബാധിച്ചത് മുഴുവനും. അവനെ കൂട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയവളാ സുമിത. തിരിച്ച് ഇവൾ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ അത് അവന്റെ കൂടെ മതി. അല്ലാതെ ഇവൾക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല. എന്റെ മക്കളെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിച്ചത് ഗിരിയാ. സത്യേട്ടൻ അവനെ എന്റെ കൈകളിൽ ഏൽപ്പിച്ചത് മുതൽ ഇന്നുവരെ അവനു വേണ്ടി അല്ലാതെ ഞാൻ ജീവിച്ചിട്ടില്ല. അവന്റെ താല്പര്യങ്ങൾ നോക്കാതെ ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല. അവനിപ്പോ എവിടെയാണ്, എന്തവസ്ഥയിലാണ് എന്ന് ഓർത്തിട്ട് തന്നെ എനിക്കൊരു സമാധാനമില്ല. ഗിരിയുടെ കാര്യത്തിലും എനിക്ക് അത്രയും സങ്കടമുള്ളത് കൊണ്ട് ഞാൻ പറയാ, എന്റെ മോനെ കൊണ്ടുപോയി മനസമാധാനം കെടുത്തിയിട്ടും ഇങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഇവള് തന്നെയാ. ഇവള് തന്നെ അതിന് കാരണക്കാരി. അല്ലാതെ എന്റെ ഗിരി ഒരു സ്ഥലത്തേക്കും പോവില്ല. എന്റെ മോനെ തിരിച്ചു കിട്ടാതെ ഇനി ഇവളുടെ മുഖം എനിക്ക് കാണണ്ട. സുമിത ഈ വീട്ടിലുണ്ടെങ്കിൽ ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. നിന്റെ തീരുമാനങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല അനുരാധേ. നിനക്ക് ഇവിടുന്ന് ഇറങ്ങി പോണമെങ്കിൽ ആകാം, ആരും തടയില്ല. പക്ഷേ സുമിത ഇവിടെ തന്നെ തുടരും. അതെന്റെ തീരുമാനാ. എന്റെ മോൾ അകത്തോട്ട് ചെല്ല്. ഗിരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നിന്റെ വീട് തന്നെയാ. ചെല്ലു മോളെ. എന്റെ തക്കടൂനെ എനിക്കറിയാം, അവൻ തിരിച്ചു വരും. അതെനിക്ക് ഉറപ്പാ. തൽക്കാലത്തേക്ക് അവനില്ലാന്ന് കരുതി അവസരം മുതലെടുക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയോ മോളെ, അവാവേ വാ. അമ്മയുടെ അടുത്ത് വരാൻ അവക്ക് തിടുക്കമായി. ഞാൻ എന്റെ അമ്മയൊന്ന് കണ്ടോട്ടെ. അതിനെന്താടി, ഇവളും എന്റെ മോളല്ലേ. നിക്കുന്നെന്തിനാ? വാ, രണ്ടുപേരും ഇരിക്കെ. വിഷ്ണുമോനെ ഇവിടെ മോളെ. വിഷ്ണുവേട്ടനൊരു ജോലി കിട്ടിയമ്മേ, ഒരു തടിമില്ലില് സൂപ്പർവൈസറായിട്ട്. അമ്മ എന്തിനാ നിക്കുന്നേ? അമ്മ ഇരിക്കമ്മേ. ശാരിയേച്ചി എന്തിനാ നിക്കുന്നേ? ഇങ്ങോട്ട് വാ, ഇരിക്കേ, അങ്ങോട്ട് ഇരിക്കേ. ഇതാ വാവേ. പിന്നെ അവരാരും ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നില്ലേ? അച്ഛൻ വന്നിരുന്നു, അർജുനേട്ടന്റെ ഒപ്പം.
മോൾക്ക് അവളുടെ അമ്മയെ കാണണമെന്നൊന്നും ഇല്ലേടി? ജനിച്ചപ്പോ മുതലേ എന്റെ കയ്യിലല്ലേ അമ്മ അവള് വളർന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലും മറ്റാർക്കും കാണാൻ പറ്റാത്തൊരു ബന്ധമുണ്ട്. മൃഗങ്ങൾക്കിടയിൽ പോലും അതുണ്ട്. 1000 കുഞ്ഞാടുകൾ നിറഞ്ഞു നിന്നാലും അതിനിടയിൽ നിന്ന് തള്ളയാടിന് തന്റെ കുഞ്ഞിനെ കണ്ടെത്താൻ നിമിഷങ്ങൾ മതി. തള്ളയാട് തൊണ്ട കൊണ്ടുണ്ടാക്കുന്ന ശബ്ദം അതിന്റെ കുഞ്ഞ് പെട്ടെന്ന് തിരിച്ചറിയും. മനുഷ്യന്മാരെ പോലെ ഒരു പേര് പോലും ഇല്ല മൃഗങ്ങൾക്ക്. പിന്നെ എങ്ങനെയാ തിരിച്ചറിയുന്നേ? അതാ അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുള്ള അദൃശ്യബന്ധം. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? നാളെ നിനക്കൊരു വിഷമം ഉണ്ടാകാതിരിക്കാൻ ചില കാര്യങ്ങൾ ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും. പ്രീതി കോമയിന്ന് എഴുന്നേറ്റ് വരണമെന്ന് തന്നെയാ നമ്മുടെയൊക്കെ പ്രാർത്ഥന. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അപ്പം ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ടി വരും. അമ്മ എന്താ ഈ പറയുന്നേ? എന്റെ പാറുവിനെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കാനോ? ഇവളെന്റെയോ? മോളെ, ശാലിനി, അമ്മ എന്തിനാ അവളോട് ഇപ്പൊ ഈ കാര്യം പറയാൻ പോയത്? എടി, അന്യന്റെ മുതൽ കൈ വെച്ചോണ്ടിരിക്കുമ്പോ തിരിച്ചു കൊടുക്കാനുള്ളതാന്ന് എപ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ സമയം വരുമ്പോ അവക്കതൊരു ഷോക്കാകും. എന്നാ അമ്മ വാ, അവൾ എവിടെ നോക്കാം. വാ. ശാലിനി, മോളെ, അമ്മ പാറുവിനെ വിട്ടുകൊടുക്കേണ്ടി വരുമ്പോ ഞാൻ കൊടുത്തോളാം അമ്മ. പക്ഷെ അമ്മ ഇനി എന്നെ അത് ഓർമ്മിപ്പിക്കരുത് പ്ലീസ്. ഒരിക്കലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഇക്കാര്യം നേരത്തെ പറയാത്ത എന്താ പറ്റി? അവർക്ക് രണ്ടടി കൂടെ കൊടുത്താനല്ലേ ഞാൻ. സത്യാമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലൊന്ന് പേടിച്ചാ. പ്രീതി കുഞ്ഞിനെ നോക്കാൻ നിൽക്കുമ്പോ ഇങ്ങനെ പലതും കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട് ഞാൻ. ഒന്നും പുറത്ത് പറയാറില്ലെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞ സുസ്മിത ആ റൂമിലേക്ക് കയറി പോകുന്ന കാണുമ്പോ തന്നെ പേടിയാ. സുസ്മിതയ്ക്ക് മറ്റാൾക്കാരെ കാണുമ്പോ ഒരു പമ്മലും പരുങ്ങലും ഒക്കെയാ. ചിലപ്പോ എന്തൊക്കെയോ കള്ളത്തരം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്നങ്ങ് ഒളിച്ചു മാറിക്കളയും. മറ്റു ചിലപ്പോ നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കാതിരിക്കാൻ ഇങ്ങോട്ട് ചാടിക്കടിക്കാൻ വരും. ചിലപ്പോ വേറെ ആരും ഇല്ലെന്ന് ഉറപ്പുള്ളപ്പോ സുസ്മിത പ്രീതി കുഞ്ഞിനോട് എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെയും തോന്നിയിട്ടുണ്ട്. അന്ന് പ്രീതി കുഞ്ഞിനെ സുസ്മിത തലയണ കൊണ്ട് മുഖമമർത്തി കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞത് വെറുതെ അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞ സുസ്മിത ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ട പ്രീതി കുഞ്ഞിന് ശ്വാസം ഉണ്ടോന്നാ ഞങ്ങളൊക്കെ ആദ്യം നോക്കുന്നത്. പൊന്നി, ഭാമേ, നീ അവളോട് ദേഷ്യപ്പെടണ്ട. ഒരമ്മ കാണേണ്ട കണ്ണിക്കൂടാ ഇവിടുത്തെ വീട്ടുവേലക്കാരെയും കാര്യസ്ഥനും ഒക്കെ നമ്മുടെ മോളെ കാണുന്നത്. അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട നീയോ പൗരപ്രമുഖയാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞു പിടിച്ച് മാലയും ബൊക്കയും പൊന്നാടേക്കട്ട് നടക്കുക. മികച്ച അമ്മയാ. പിള്ളേ, ഇതേ ഈ മാലയും പൊന്നാടേക്ക് എടുത്തേ ഒരു കഴുത എണീക്ക്. അതായതിനും ഭേദം. പിള്ളേ, കാറിറക്കാൻ പറയ്. ആമേ,
എങ്ങോട്ടാ? എനിക്ക് അവളെ ഒന്ന് കാണണം. സുസ്മിതേ, നീ പൊയ്ക്കോ ഭാമേ, നീ പൊയ്ക്കോ. എന്നിട്ട് നീ അവളെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. പക്ഷേ നീ ഇവിടെ തിരിച്ചു വരുമ്പോ ഈ രാഘവൻ നായരും നമ്മുടെ മോൾ ഇവിടെ ഉണ്ടാവൂല. രാഘവേട്ട, സത്യഭാമേ, സത്യവാ. ഇതിനപ്പുറം ഒന്നും ക്ഷമിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടാവൂല. ഭാമേ, ജ്യോതിഷത്തിൽ പറയാറുണ്ട്, കഷ്ടകാലം വന്നു കയറുന്നതല്ല, കഷ്ടകാലത്തെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരികയാണെന്ന്. നമുക്കിഷ്ടപ്പെട്ട ഓമന മൃഗങ്ങളുടെയോ പക്ഷികളുടെ രൂപത്തിലായിരിക്കും അത് ചിലപ്പോ വന്നു കയറുന്നതേ. പക്ഷേ പ്രതിവിധി ഒന്നേ ഉള്ളൂ. ആവശ്യത്തിനുള്ള അന്നം കൊടുത്ത് ഞങ്ങളെ ഉപദ്രവിക്കാതെ ഒഴിഞ്ഞു തരണേ എന്ന് അഭ്യർത്ഥിക്കുക. അവരെ നമ്മൾ ഉപദ്രവിക്കാതെ അങ്ങ് പൊയ്ക്കോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൂട്ടുകാരെ വില കുറച്ച് കാണുന്നതുകൊണ്ടാ അവരുടെ ഫോൺ നീ എടുക്കാത്ത. അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടാവും. ചേച്ചിക്കും അമ്മയുടെ അസുഖം തുടങ്ങിയോ? ഒരാള് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്താലോ? ഓ, കട്ടായല്ലോ. ഇതാരാ മോളെ ഈ പൂവാല്? കൊള്ളാലോ പേര്. സത്യം പറ, ആരേത്? എന്റെ ചേച്ചി. അത് എന്റെ കോളേജിൽ പഠിക്കുന്ന ശ്യാം കൃഷ്ണൻ. ചേച്ചിക്ക് അറിയാം അവനെ. ഞങ്ങൾ ഞങ്ങളുടെ എല്ലാത്തിന്റെയും പേരങ്ങ് മാറ്റി. പൂവാലൻ, കാലൻ, കാട്ടുകോഴി എന്നൊക്കെയാ ഇപ്പൊ വിളിക്കുന്നെ. ചേച്ചിക്ക് നമ്മുടെ സ്മിതയുടെ പേരെന്താന്നറിയോ? കൊളക്കോഴി. അവക്ക് ചേരുന്ന പേരാ. അല്ല, നിനക്കും പേരുണ്ടാവുമല്ലോ. നിന്റെ പേരെന്താ? ചേച്ചി പുറത്താരോടും പറയില്ലെന്ന് സത്യം ചെയ്യണം. ചീവീട്. പറ്റിയ പേര് തന്നെ. എപ്പോ നോക്കിയാലും ചീവീടിനെ പോലെ അലിക്കുന്നതല്ലേ നിന്റെ പരിപാടി? ഇവളെന്താ ഫോൺ എടുക്കാത്തത്? അതോ അടുത്തിനി ആരെങ്കിലും കാണുമോ? റിങ് പോകുന്നുണ്ടല്ലോ. ചേച്ചി ഇപ്പൊ ഇവിടുത്തെ ഏട്ടത്തിയമ്മയും പുന്നാര മരുമകളും ആണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ അവിടെ ഒരു കുടുംബം ഉണ്ടെന്ന് മറക്കരുത്. ഞാൻ അങ്ങനെ മറക്കോ മോളെ? മറക്കാറുണ്ട്. അച്ഛൻ പാവുക, പരാതി ഒന്നും പറയില്ല. പക്ഷെ അമ്മ എപ്പോഴും പറയും, അവക്കെന്താ ദിവസത്തെ ഒരു തവണയെങ്കിലും വിളിച്ചൂടേന്ന്. ചേച്ചി ഇല്ലാത്തതിന്റെ എല്ലാ സങ്കടങ്ങളും അവിടെ എല്ലാവർക്കും ഉണ്ട്. അത് സഹിക്കാതാവുമ്പോഴാ ഞാനിങ്ങോട്ട് ഓടിച്ചാടി വരുന്നത്. അതുപോലെ അവർക്ക് പറ്റില്ലല്ലോ. അപ്പൊ ചേച്ചിയും കൂടെ വിളിക്കാതിരുന്നാലോ? അറിയാം മോളെ, ഞാനും നിങ്ങളെ കാണാത്തതിന്റെ സങ്കടങ്ങൾ ആരോട് പറയാനാ? ഞാനിവിടെ ഇല്ലെങ്കിൽ അച്ഛന്റെ കാര്യങ്ങളും സച്ചേന്റെ കാര്യങ്ങളും ഒക്കെ കുഴയും. ഞാനിവിടുന്ന് മാറുന്ന കാര്യം ഇപ്പൊ ചിന്തിക്കാനേ വയ്യ. അമ്മയ്ക്കിപ്പോ പഴയ ആരോഗ്യമൊന്നുമില്ല. തീരെ വയ്യെങ്കിലും പുറത്തൊന്നും കാണിക്കില്ല. അച്ഛനാണെങ്കി അതിനപ്പുറമാ. പിന്നെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടല്ലോ. അതിന്റെ ആലോചനകളിൽ ഉണ്ടാവുന്ന ഓരോരോ വിഷമങ്ങളും.
എനിക്കറിയാം മോളെ, എന്റെ ചികിത്സയ്ക്ക് വേണ്ടി എത്രയോ ലക്ഷങ്ങൾ ചെലവാക്കിയതാ. അതിന്റെ കടവും ഉണ്ട്. പിന്നെ എന്റെ കല്യാണം കൂടി ആയപ്പോ ചേച്ചിക്ക് എല്ലാം അറിയാം. നിന്റെ പൂവാലിനും പൂവാലിയൊക്കെ വിളിക്കാൻ തുടങ്ങി. അതിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ഞാൻ ഇറങ്ങട്ടെ ചേച്ചി, എത്തിയിട്ട് വിളിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് കാഞ്ചനയുടെ ജാതകപ്രകാരം പറഞ്ഞ കാര്യങ്ങളാണ്. വാക്കും നോക്കും പ്രവൃത്തിയും സൂക്ഷിച്ചാൽ മതി. പരിഹാരക്രിയകളൊന്നുമില്ലേ ശാസ്ത്രികളെ? പരമപ്രധാനം കാളഹസ്തിയിൽ പോയി പൂജകൾ ചെയ്യുകയാണ്. അത് ഞാൻ ഷീട്ടാക്കി തരാം. ഈ കുടുംബത്തിന് നേരെ എവിടെയോ ഇരുന്ന് ഒരു ശത്രു കരുക്കൾ നിൽക്കുന്നുണ്ട്. അതൊരു സ്ത്രീ സാന്നിധ്യമാണ്. എന്റെ അറിവിൽ അങ്ങനെ ഒരാളെ പറ്റി അറിയില്ല. ശത്രു ഉണ്ടെന്ന് മാത്രമല്ല, ശത്രുവിന്റെ പാദസ്പർശം ഈ തറവാട്ടിൽ പതിയുകയും ചെയ്തു കഴിഞ്ഞു. ഈശ്വര, കൊന്നാലും മരിച്ചാലും തീരാത്ത പക തന്നെയാണത്. ശരങ്ങൾ പോലെ ആപത്തുകൾ വന്ന് പതിക്കുക തന്നെ ചെയ്യും. അതുപോലെ പരീക്ഷണങ്ങൾ. അതാരാണെന്ന് നോക്കി പറഞ്ഞൂടെ ശാസ്ത്രികളെ? അതിന് ഞാൻ പ്രാപ്തനല്ല വസുമതി അമ്മേ. കടുത്ത മനക്ലേശങ്ങളും ഭയാശങ്കകളും വന്നു ചേരും. മരിച്ചതിനൊപ്പമുള്ള ജീവിതങ്ങളും ഈ തറവാട്ടിൽ സംഭവിച്ചേക്കാം. പക്ഷേ ഈ വീട്ടിൽ നിന്നൊരു ജീവനെടുക്കാൻ ശത്രുവിന് കഴിയില്ല. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ പരിരക്ഷ തന്നെ. ഈ കുടുംബത്തിൽ നിന്ന് രണ്ടാമത് നഷ്ടപ്പെടേണ്ട ജീവൻ മകന്റേതായിരുന്നു. ശ്രീദേവി അമ്മയെ ഞാൻ പെരുവണ്ണാപുരത്തേക്ക് അയച്ചത് ഓർമ്മയില്ലേ? അവിടെ നിന്ന് ദേവി തന്ന രക്ഷയുമായിട്ടാ നിങ്ങളുടെ മകൻ മടങ്ങിയെത്തിയത്. ആ രക്ഷയില നിങ്ങളുടെ മകൻ ജീവിക്കുന്നത്. അത് ഈ കുടുംബത്തിൽ നിന്ന് പോകാത്ത കാലത്തോളം പ്രാണഭീതിയെക്കുറിച്ച് ഭയം വേണ്ട. പോയി കഴിഞ്ഞാൽ സർവ സൗഭാഗ്യവും കൂടെ പോകും. ഈ കുടുംബത്തിന് കാവലായി ആ ശക്തി സദാ കരുതലോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മേ, പെരുവണ്ണാപുരത്തമ്മേ. അമ്മേ, രാജു, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? പേപ്പർ കത്തിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ കുറച്ച് പഴയ പേപ്പറുകളാ. ഇത് ആൽബം അല്ലേ? അതെ, ഇത് അമ്മുവിന്റെ വിവാഹ ആൽബം. ഇത് കാരണമാ സ്വാതി അമ്മു മരണത്തിന്റെ വക്കവരെത്തി തിരിച്ചു വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈശ്വര, സൂക്ഷിക്കണമെന്ന് രണ്ടാമത് വന്നപ്പോ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞതാ. അത് തന്നെ സംഭവിച്ചല്ലോ ദൈവമേ. ചേച്ചിക്കിപ്പോഴും സുഖപ്പെട്ടിട്ടില്ല, എന്നാലും പേടിക്കാനൊന്നുമില്ല. അല്ല, കുട്ടി എന്നെ കണ്ടിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയതാണോ? അല്ല,
ഞാൻ അച്ചുവേട്ടനെ കാണാൻ തന്നെയാ വന്നത്. എന്തിനാ മോളെ? മാണിക്യമംഗലത്ത് ഞങ്ങൾ വന്നതിന് ശേഷം ചേച്ചിക്ക് അപകടം ഉണ്ടായത്. ആ വീട്ടുകാരെ പറ്റി അറിയാവുന്ന കാര്യങ്ങള് അച്ചുവേട്ടൻ എന്നോട് പറയണം. ഒരനുഭവം ഉണ്ടായിട്ടും പാഠം പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ കഷ്ടാ. കുട്ടിയുടെ ചേച്ചി തന്നെയാണോ കുട്ടി എന്റെ അടുത്തേക്ക് അയച്ചത്? അല്ല, അച്ചുവേട്ടന് മാണിക്യമംഗലമായിട്ട് എന്തോ ബന്ധമുണ്ട്. അല്ലെങ്കിൽ എന്തിനാ അച്ചുവേട്ടൻ മുന്നറിയിപ്പ് തരുന്നേ? എന്ത് ബന്ധം? എനിക്കൊരു ബന്ധമല്ല. ആ കുട്ടി ചോദിച്ചപ്പോ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. അച്ചുവേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം പറയുന്നത് കള്ളമാണെന്ന്. അച്ചുവേട്ടന്റെ മനസ്സിൽ പേടിയുണ്ട്. ആരെയാ പേടിക്കുന്നേ? ഗൗതത്തെയാണോ? കുട്ടി, ഇത് തമാശ കളിയൊന്നും അല്ല. എനിക്കൊന്നും അറിയില്ല. അറിഞ്ഞാൽ തന്നെ പറയാനും പോകുന്നില്ല. കുട്ടി മംഗലശ്ശേരിയിലെ അംഗമായ നിലയ്ക്ക് ഞാനും കുട്ടിയും തമ്മിൽ സംസാരിക്കുന്ന വിവരം എത്തേണ്ട കാതിൽ എത്തിക്കാനും ആളുണ്ട്. ഞാൻ പോവുക. കുട്ടി പോകാൻ നോക്ക്. അച്ചുവേട്ടൻ അന്ന് നിന്നേ. കൊന്നു കളയാൻ ശ്രമിച്ചത് എന്റെ ചേച്ചിയായ. ഇത് ഇവിടം കൊണ്ട് തീരുമെന്ന് എല്ലാം അറിയുന്ന അച്ചുവേട്ടൻ കരുതുന്നുണ്ടോ? അടുത്ത ശ്രമം ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന്റെ നേരെയാവും. മാണിക്യമംഗലത്ത് ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ ഇപ്പോഴേ അത് തടയണം. ആ കുടുംബത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും അച്ചുവേട്ടൻ പറഞ്ഞ പലരുടെയും ജീവൻ രക്ഷിക്കാനാവും. കുട്ടി എന്നെ വിഷമത്തിലാക്കരുത്. എന്റെയും ജീവൻ പോകുന്ന കാര്യം. ഇവിടെ വെച്ച് പറയാൻ പറ്റില്ലെങ്കിൽ അച്ചുവേട്ടൻ ഒരു സ്ഥലം പറ, ഞാൻ അവിടെ വരാം. എന്റെ ഫോൺ നമ്പർ അച്ചുവേട്ടന് തരാം. കടയിൽ അച്ചുവേട്ടനില്ലെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ടി ഫോൺ നമ്പർ കുറിച്ചുകൊണ്ട് വന്നതാ. ഇത് അവിടെയുള്ള ആരുടെയും കയ്യിൽ കൊടുക്കാന്ന് കരുതിയതാ. ഞാൻ പോട്ടെ. എന്താമോ അയാളോയി? ആരാ അത്? ചേച്ചിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പുറകിൽ ഗൗതം ഉണ്ടോന്ന് എനിക്കൊരു സംശയം. ഞാനും അയാളെ സംശയിച്ചതാ. അയാളുടെ കുടുംബത്തെ പറ്റി എനിക്കൊന്ന് അറിയണമെന്ന് തോന്നി. അച്ചുവേട്ടന് അതെല്ലാം അറിയാം. പക്ഷേ അയാൾ വിട്ടു പറയാൻ കൂട്ടാക്കുന്നില്ല. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അയാൾ മനസ്സ് തോന്നി വിളിക്കട്ടെ. നമ്മുടെ സംശയം സഞ്ജുവിനോട് പോലും പറയാൻ പറ്റില്ല മോളെ. ആ നിമിഷം ഗൗതം മംഗലശ്ശേരിയിലെ മരുമകനാവും. കവിതയോടുള്ള ദേഷ്യം കൊണ്ടുപോയി നമ്മൾ ആ രഹസ്യം പുറത്തു പറയാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, എന്റെ കൈ പൊള്ളിയ പണ്ട് അമ്മ ഇതുപോലെ ചെയ്യുമായിരുന്നു. വിശാലിന്റെ കൈ പൊള്ളിയാൽ ഇങ്ങനെ ചെയ്യണമെന്ന് എന്റെ അമ്മ പറഞ്ഞതെന്നാണോ? അമ്മയും നീയും വലിയ കൂട്ടാണല്ലോ. വിശാൽ സാറിന്റെ അമ്മ പറഞ്ഞു തന്നെയൊന്നുമല്ല. അമ്മ പറഞ്ഞു തന്നെന്ന് വെച്ച് ഇങ്ങനെയൊന്നും ചെയ്യാനും കഴിയില്ല. അതിന് മനസ്സിലെ സ്നേഹം വേണം. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? പറ, എന്നോട് സ്നേഹമുണ്ടോ? എനിക്ക്
എനിക്ക് അറിയില്ല. സ്നേഹമുണ്ടോന്നറിയാൻ ഒരു പരീക്ഷണം നടത്തിയാൽ മതി. പരീക്ഷണോ? എന്ത് പരീക്ഷണം? അതെ, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിന് നീ ഉത്തരം പറയണം. ചോദിക്കും. പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് എന്നെ കാണുമ്പോ മനസ്സിനകത്ത് ഒരു മഞ്ഞ് വീഴുന്ന പോലെ തോന്നാറുണ്ടോ? ഞാൻ ആ വഴി പോകുമ്പോ എന്റെ അടുത്തൊന്ന് വന്നൂടെ എന്ന് മനസ്സിൽ പറയാറുണ്ടോ? ഇനിയും ഒരു ചോദ്യം കൂടിയുണ്ട്. അറിയാതെ ഞാനൊന്ന് തൊട്ടുപോയാ നിനക്ക് എന്താ തോന്നുക? പറ. ഒരുമാതിരി എനിക്ക് ഷോക്ക് അടിക്കുന്ന പോലെ. അപ്പോ നിനക്കെന്നോട് സ്നേഹം തന്നെയാ? എന്നിട്ടും നീ എന്തിനാ എന്നെ അവൾക്ക് വിട്ടുകൊടുക്കുന്നത്? സാറിനോട് സ്നേഹമുള്ളതുകൊണ്ടാ. മനസ്സ് നിറയെ സ്നേഹമുള്ളതുകൊണ്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എന്റെ മനസാക്ഷിയോട് പറയണമെങ്കിൽ നീ എന്നോട് ആവശ്യപ്പെടണം. വിശാലിന്റെ വിവാഹം നടത്തിക്കൊടുക്കണമെന്ന്. നിന്റെ നാവിൽ നിന്നും അത് കേൾക്കാതെ വിവാഹകാര്യവുമായി ഞാൻ മുമ്പോട്ട് പോവില്ല. അത് നടത്തിക്കൊടുക്കാൻ മറ്റാരെയും ഞാൻ അനുവദിക്കുകയില്ല. വിശാൽ സാറിന്റെ വിവാഹം അച്ഛൻ നടത്തിക്കൊടുക്കണം. ഞാനല്ല, നമ്മൾ എല്ലാവരും കൂടിയാണ് നടത്തിക്കൊടുക്കേണ്ടത്. നോക്ക്, കൂടെ നിൽക്കാൻ നിനക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതമാ. വിശാല് ജാസ്മിനെ വിവാഹം കഴിക്കണമെന്നാണ് പ്രഭാവതിയുടെയും ആഗ്രഹം. വിശാലിനും അതിന് സമ്മതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വധുവിന്റെ കാര്യത്തിൽ ഞാൻ നിന്നോട് അഭിപ്രായം ചോദിക്കുന്നില്ല. വിവാഹ നിശ്ചയം നടത്താൻ നോക്കിയപ്പം തടസ്സങ്ങൾ ഉണ്ടായതുപോലെ ഇനിയും തടസ്സങ്ങൾ ഉണ്ടായാലോ? അതൊരു ലക്ഷണക്കേടാ. ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. എന്നിട്ട് മതി മുഹൂർത്തം നിശ്ചയിക്കല്. എല്ലാവർക്കും സംഭവിക്കുന്നൊരു അബദ്ധമുണ്ട്. വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ ക്ഷണിക്കും. പക്ഷെ ആദ്യം ഓർക്കേണ്ട ആളെ മറക്കുകയും ചെയ്യും. ആ അബദ്ധം ഇവിടെ സംഭവിച്ചു എന്നാണോ പാർവതി പറഞ്ഞു വരുന്നത്? അതെ. അതിന് വിവാഹ നിശ്ചയത്തിന് ഞാൻ പുറത്തുനിന്ന് ആരെയും വിളിച്ചിരുന്നില്ലല്ലോ. ഓർക്കേണ്ടവരെ ഓർത്തതുമില്ല.
ആരുടെ കാര്യ പാർവതി പറയുന്നത്? എന്ത് മംഗളകാര്യം നടക്കുമ്പോഴും ആദ്യം കുടുംബ പരദേവതകളെ ഓർക്കണം. ദേവിയല്ലേ ഈ കുടുംബത്തിന്റെ പരദേവത. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ദേവിയെ തൊഴണമെന്ന് വിശാൽ സാറിന് തോന്നിയില്ല. വിശാൽ സാറിനെ ആരും ഓർമ്മിപ്പിച്ചതുമില്ല. ഗോപി, നാളെ തന്നെ ദേവി പൂജ ചെയ്യണം. നാളെ തന്നെ പോയി തിരുമേനിയെ കൂട്ടിക്കൊണ്ടുവരണം. ദേവി പൂജ ചെയ്യാൻ എന്തിനാ തിരുമേനി? പരമേശ്വരി പൂജ ചെയ്തത് പാർവതിയല്ലേ? ഇവളൊരു തിരുമേനിയുടെ കൊച്ചുമോളല്ലേ? പൂജ പാർവതിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു കാര്യം ഒരു പ്രാവശ്യം വിചാരിച്ചാൽ നടക്കണമെന്നൊന്നും ഇല്ല ഐശ്വര്യ. അത് ശരി അങ്കിളെ. അതിന് ചില സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഒത്തുവരണം. ഇപ്പൊ എല്ലാവിധ സൗകര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ ഒത്തു വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അവള് രക്തത്തിൽ കിടന്ന് പിടയുന്നത് കാണാൻ കാത്തിരിക്കുകയല്ലേ ഈ ജഗന്നാഥൻ? പറ, വിശദീകരിച്ച് പറയൂ. അവള് പ്രായശ്ചിത്ത പൂജയെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിട്ട് ഒത്തിരി നേരമായോ? ഏയ് ഇല്ല, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ ജഗനങ്ങള് വിചാരിച്ച അവളുടെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കാം. ആ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും ഈ ജഗന്നാഥൻ. അവള് ഏത് അമ്പലത്തിലേക്കാ പോയിരിക്കുന്നെന്ന് കൃത്യമായിട്ട് അറിയാമോ ഐശ്വര്യക്ക്? അത് മാത്രം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് ഞാനും എന്റെ പിള്ളേരും കൂടി കണ്ടെത്തിക്കോളാം. ഐശ്വര്യ സന്തോഷത്തോടെ ഇരുന്നോളൂ. എന്നത്തെയും പോലെയല്ല, ഇന്ന് അവളുടെ അന്ത്യം കാണാതെ ജഗന്നാഥൻ അടങ്ങില്ല. അവളുടെ അവസാനം കാണുന്നത് വരെ എനിക്ക് ഉറക്കമില്ല. എന്റെ ആജന്മ ശത്രു അവള് തന്നെയാണ്. മോള് പേടിക്കണ്ട കേട്ടോ. കുറച്ചു കഴിയുമ്പോ ഈ പനിയൊക്കെ അങ്ങ് താനെ കുറഞ്ഞോളും കേട്ടോ. അമ്മ വെള്ളം ചൂടാക്കി തരാം, അത് കുടിക്കുമ്പോ അതൊക്കെ അങ്ങ് കുറഞ്ഞോളും. എന്റെ പൊന്നു മോള് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം കുറഞ്ഞോളും. മോള് ചെന്ന് കിടന്നോ, വാ. ഇപ്പൊ ഒപ്പിട്ട് വാങ്ങിച്ചതാ. ജപ്തി നോട്ടീസാ. അങ്ങനെ കിടപ്പാടം പോലും കയ്യിന്ന് പോവുക. ഇനി പെരുവഴിയിലോട്ട് ഇറങ്ങാം. എന്തൊരു ദുർവിധി എന്റെ ഈശ്വര. ഞാൻ എന്ത് ചെയ്യാനാ അമ്മ? ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കും. കണ്ട വീടുകളിലെ എച്ചിപ്പാത്രം കഴുകിയും വീട്ടുവേല ചെയ്തുമൊക്കെയാ ഇത്രയും നാളും ഞാൻ നിന്നെയും നിന്റെ മകളെയും നോക്കിയത്. ഇനി എനിക്ക് വയ്യ. 100,000 അസുഖങ്ങളാ എനിക്കുള്ളത്. കുഞ്ഞിന്റെ പനി കുറയുന്നില്ലല്ലോ അമ്മ. കുഞ്ഞിനെ ഇങ്ങനെ വച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അതിനെ ആശുപത്രി കൊണ്ടുപോയി കാണിക്കണ്ടേ? ഒരു പൈസയും കയ്യിലില്ലാതെ എങ്ങനെയാ അമ്മ? നീ ആനന്ദ നിലയത്തിലേക്ക് ചെല്ല്.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതേട്ടാ, പല കാര്യങ്ങളിലും ഏട്ടൻ എനിക്കൊരു മാതൃകയായിരുന്നു. ആദ്യേട്ടൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഞാൻ ആരാധിച്ചിരുന്ന ആളാ. ഞാൻ തന്നിരുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ ഇല്ലാതാക്കി കളഞ്ഞല്ലോ ഏട്ടാ. ഏട്ടൻ എങ്ങനെയാ ഈ പാവന്റെ ഏട്ടത്തെ ചതിക്കാൻ മനസ്സ് വന്നേ? ഒരു മിനിറ്റ്. ആ പറഞ്ഞാലൊരു വലിയ തെറ്റുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ മാതൃകാ പുരുഷൻ ചതിച്ചത് എന്നെയാ. ആദ്യം എന്നെയാ സ്നേഹിച്ചത്. ആദ്യം ആ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഈ ഞാനാ. നിർത്തടി. സ്നേഹിച്ചൊന്നും പ്രേമിച്ചൊന്നും പറഞ്ഞ് പറ്റിക്കൂടി ഭാര്യയാവാനൊന്നും നോക്കണ്ട. ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോണം. ആദ്യ നിയമപ്രകാരം താലി കെട്ടിയിട്ടുള്ളത് ദേ ഇതാ ഈ അമൃതയാ. അപ്പൊ ഇതോ? ഇതും നിയമപ്രകാരം കെട്ടിയത് തന്നെയാ. ഏതമ്പലത്തിൽ വെച്ച് ഏത് ദിവസം എന്നൊക്കെ ആദ്യയോട് ചോദിച്ചാ പറഞ്ഞുതരും. എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ തന്നെയാ ഞാൻ വന്നത്. ഞാൻ ഇനി ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ ഇവിടെ ഉള്ളത് ക്ഷീണമാണെന്ന് തോന്നുന്ന എല്ലാവർക്കും പോവാം. മോളെ വന്നേ. നിക്കടി ഇവിടെ. നീ ഇങ്ങോട്ടേ പോന്നേ. മാറിങ്ങോട്ട്. എന്താ വെറുതെ എന്താ പറ്റിയേ? അവളെവിടെ? ആര്? എന്താ നിനക്ക് പറ്റിയേ? മോളെ അമൃതേ. അമ്മേ ഇതാ വരുന്നു. പെട്ടെന്ന് അടിയിലേക്കൂ. അങ്ങോട്ട് വെക്കേ. എന്താ ആദി? എന്താ മോളെ? എന്താ ഒരു ഒച്ചപ്പാടൊക്കെ കേട്ടെ? മോളുടെ ശബ്ദമാണല്ലോ കേട്ടത്. അമൃത സ്വപ്നം കണ്ട് പേടിച്ചാണ്. എന്ത് സ്വപ്നം കണ്ടത്? അമൃതയടുത്തേക്ക് വല്ലതും പറ്റുന്നതാണോ അതോ ശ്യാമയ്ക്ക് വല്ലതും പറ്റുന്നതാണോ? അല്ല, ഐശ്വര്യ നടന്നു വരുമ്പോ ഒരു ലോറി പാഞ്ഞു വന്ന് എന്തോ കുഴപ്പം പിടിച്ച സ്വപ്നം കണ്ടിട്ട് അത് എന്റെ തലയിലേക്ക് വെക്കൂ അല്ലേ? ഞാനൊരു കാര്യം തുറന്നു പറയാം. ഈ വീട്ടിലെല്ലാവരും എന്തൊക്കെയോ പ്രശ്നത്തിൽ പെട്ടിരിക്കുക. ശ്യാമ പോയതിന്റെ എന്തെങ്കിലും ടെൻഷനാണോ എടുത്തി? അതൊന്നും വലിയ കാര്യമാക്കണ്ട. സ്വപ്നം കണ്ട് ഞാനും കുറെ നിലവിളിച്ചിട്ടുള്ളതാ, ഇഷ്ടം പോലെ. അവർ കിടന്നുറങ്ങട്ടെ. പ്രാർത്ഥിച്ചിട്ട് കിടക്ക് കേട്ടോ. നോക്ക്, അവളിവിടെ വന്നാ അവളെ ഞാൻ കൊല്ലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുഞ്ഞിലെ എന്തിനും ഏതിനും നിനക്ക് അച്ഛൻ വേണമായിരുന്നു. ഞാനായിട്ട് തന്നെ സന്തോഷങ്ങളൊക്കെ ഇല്ലാതാക്കി. നിങ്ങൾ എന്നെ വെറുക്കുന്നതിൽ എനിക്കൊരു അതിശയവുമില്ല. പോട്ടെ, കഴിഞ്ഞത് വിട്ടേക്ക്. ഇനി നന്നായി ജീവിച്ചാ മതിയല്ലോ. അതെ, ഇനി എനിക്കൊരു ജീവിതം വേണം. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മരുമക്കൾക്കുമൊപ്പം സന്തോഷമുള്ള ഒരു ജീവിതം. ഞാനിനി ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കില്ല മക്കളെ, സത്യം. എനിക്കൊരാഗ്രഹമുണ്ട് മോനെ. എന്താ? എന്നെ നീ ഒന്ന് അച്ഛാന്ന് വിളിക്കണം. അറിയാം
നിന്റെ മനസ്സ് മുഴുവൻ എന്നോടുള്ള വെറുപ്പാണെന്ന്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇത്ര പോലും അടുപ്പം കാണിക്കില്ലായിരുന്നു. കുഞ്ഞിലെ എപ്പോഴും അച്ഛാന്ന് വിളിച്ച് നീ എന്റെ വിരൽ തുമ്പി തൂങ്ങി നടക്കും. ഇപ്പോ ആ വിളി ഒരിക്കൽ കൂടി കേൾക്കാൻ ഒരാഗ്രഹം. വിഷമിക്കണ്ട, ഇതൊന്നും പറഞ്ഞു വിളിപ്പിക്കേണ്ടതല്ലോ. ഒക്കെ ശരിയാവും, ഞാൻ വിളിച്ചോളാം. ഒരു പ്രാവശ്യം അച്ഛാന്നൊന്ന് വിളിക്കടാ മോനെ. അച്ഛൻ വിഷമിക്കണ്ട. മതി, ഈ നിമിഷം മരിച്ചാലും സാരമില്ല. മോനെ, കുറെ പാപങ്ങൾ ചെയ്തു കൂട്ടിയെങ്കിലും ദൈവം എന്തോ എനിക്കൊരു അവസരം കൂടി തന്നിരിക്കുക. ഈ അവസരം ഞാനിനി കൈവിട്ട് കളയില്ല. ഇനി അച്ഛന് ഒരാഗ്രഹം കൂടിയുണ്ട്. എന്താ? നിന്റെ വിവാഹം. എന്താന്ന്? നിന്റെ വിവാഹമെന്ന്. ബാലുവിന്റെ കയ്യിൽ നിന്നോ എനിക്ക് ദക്ഷിണ വാങ്ങാൻ സാധിച്ചില്ല. പക്ഷേ നിന്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങി അനുഗ്രഹിച്ചിട്ട് ഞാൻ നിന്റെ കല്യാണം നടത്തും. നീയും കീർത്തനയുമായിട്ടുള്ള കല്യാണം. ഒക്കെ എനിക്കറിയാം. സ്നേഹിക്കുന്ന മനസ്സുകളുടെ സന്തോഷവും പ്രതീക്ഷയും എല്ലാം അറിയാം. മോന്റെയും കീർത്തനയുടെയും സന്തോഷം ഇല്ലാതാക്കാൻ അച്ഛനാരെ അനുവദിക്കില്ല. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തും. കീർത്തനയാണ് ഇനി എന്റെ മരുമോൾ, അല്ല മോള്. നിങ്ങളുടെ കല്യാണം അച്ഛൻ നടത്തിത്തരും. ബാലുവും അപർണയും പോലെ നീയും കീർത്തനയും സന്തോഷമായി ജീവിക്കുന്നത് അച്ഛന് കാണണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പച്ചി പെണ്ണുകാണാനൊക്കെ വന്നിട്ടുണ്ടാവല്ലോ. ഇതുപോലെ എന്തെങ്കിലും കഥയുണ്ടോ? അപ്പച്ചിക്കോ പെണ്ണാണാൻ വന്ന കറിയോ? എന്തേ? അപ്പച്ചി പ്രേമിച്ചല്ലോ. ആ ഇഷ്ടപ്പെട്ട ആള് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ച് കല്യാണം കഴിച്ചോണ്ട് കൊണ്ടുപോയി അല്ല അപ്പച്ചി? അത് ശരിയാണല്ലോ. ആ ആളെഴുതി കത്തല്ലേ അന്ന് അച്ഛന്റെ മോളിൽ നിന്ന് കിട്ടിയത്? നാണം കണ്ടോ? നാണം വന്നു കണ്ടോ? അതൊക്കെ പോട്ടെ, ഈ വിഷയത്തിലോട്ട് പോവാ. എടാ, പങ്കിയുടെ പെണ്ണിന്റെ വീടും പരിസരവും ഒക്കെ എങ്ങനെയുണ്ട്? എന്റെ അപ്പച്ചി വലിയ വീടാ. വലിയ വീടും വലിയ പറമ്പൊക്കെ ഉണ്ട്, വയലൊക്കെ ഉണ്ട്. പിന്നെ തൊഴുത്തുണ്ട്. തൊഴുത്തെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ തൊഴുത്തൊന്നല്ല. 4-5 പശുക്കളൊന്നുമില്ല, ഫാമാണ്. പുള്ളി പശു ഉണ്ട്, ജേഴ്സി ഉണ്ട്. കൊതിയായി കണ്ടിട്ട്. നമ്മുടെ പങ്കമാവനാണ് ചെന്നാ പാട് കണ്ടുട്ടാ. പങ്കമാവൻ കാടിവെള്ളം കളിക്കണേ. പങ്കമാവന്റെ നാട് കൊടുക്കും. അല്ല, ഇതൊക്കെ അപ്പുണ്ണേണ്ട എപ്പോഴാ പോയി കണ്ടേ? ഞാനേ പങ്കമാവനും പെണ്ണും കൂടി സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ ഇപ്പുറത്ത് പോയിട്ട് പറമ്പൊക്കെ കണ്ടു. ആണോ? അല്ല, ഈ പെണ്ണിന് എത്ര മുടിയുണ്ട്? മുടിയൊന്നും ഞാൻ നോക്കിയില്ല. പിന്നെ എന്താ പോയിട്ട് കണ്ട്? ഞാൻ പറഞ്ഞില്ലേ, 4 പുള്ളി പശു, 5 ജേഴ്സി, പിന്നെ പൂവാലിയുണ്ട്. പുടി, നീ പെണ്ണ് കാണാൻ പോയിട്ടെ പെണ്ണ് കാണാൻ പോയതാണോ അതോ പശുവിനെ കാണാൻ പോയതാണോ? ഞാൻ രണ്ടും കണ്ടു. അങ്ങോ കണ്ടു, താളി ഓടിച്ചു. അപ്പച്ചി, ഇനി എന്തൊക്കെ ചടങ്ങുകളല്ലേ? കൃത്യമായിട്ട് ധാരണ ഇല്ലാത്തോണ്ട് ചോദിക്കാം. എങ്ങനെ ധാരണ ഉണ്ടാകാനോ? മുതലാടിയും ചാക്കിനകത്ത് ഊന്നിയിട്ടൊക്കെ വന്നവരല്ലേ എല്ലാരും. ധാരണ കാണുകയല്ല. അയ്യോ, ആലോചിച്ച് കല്യാണം കഴിച്ചതിന്റെ ഗമ. അപ്പച്ചി പറ. എന്നായിക്കോട്ടോ, ഈ ചടങ്ങുകളുടെ ഒരു ബഹളമായിരിക്കും. ആണോ? ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ആളുകൾ ഇങ്ങനെ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കും. നല്ല രസമായിരിക്കും. അപ്പച്ചിയുടെ മരുമോള് വിളിക്കുന്നു, മരുന്നൊക്കെ. അവിടെ നിന്നെ വിളിക്കുന്നത് അതെന്തിനാണ് എടുത്താലേ അറിയുള്ളൂ. എടുത്തോക്ക്. ഹലോ അക്ക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
ആലോചിക്കുന്നേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ. അല്ല അക്ക. ആ ശരി. പിന്നെ അപ്പച്ചി എടുത്തുണ്ട്, കൊടുക്കട്ടെ? വേണ്ടാന്നോ? ആ എന്നാ ശരി അക്ക, പിന്നെ വിളിക്കാം. എന്താ ചേച്ചി, പങ്ക്യാമന്റെ കല്യാണം ആലോചിക്കുന്ന അവരോട് പറഞ്ഞില്ലല്ലോ, അതിന്റെ പരാതി പറയാൻ വിളിച്ചതാ. അവരെങ്ങനെ അറിഞ്ഞേ? ചേച്ചി മാട്രിമോണിയിലൊക്കെ കൊടുത്തിട്ടില്ലേ? അത് മലയാള പത്രത്തിലല്ലേ കൊടുത്തത്, അതെങ്ങനെ തമിഴ് പത്രത്തിൽ വരണേ? എന്റെ അപ്പുണ്ണിയേട്ടാ, ഇതൊക്കെ ഓൺലൈൻ ആയിട്ടും വരും. പിന്നെ ഉത്തമേട്ട മലയാളിയല്ലേ, ഇതൊക്കെ വായിക്കൂലേ? അങ്ങനെ അറിഞ്ഞായിരിക്കും. എന്നിട്ട് ഇപ്പൊ എന്ത് പറഞ്ഞാ വെച്ച്? എന്ത് പറഞ്ഞു വെക്കാൻ, ആ പരാതി പറയാൻ വേണ്ടി വിളിച്ചതാ. പിന്നെ അപ്പച്ചി അന്വേഷിച്ചു പറയാൻ പറഞ്ഞു. അതിന് എന്നെ ആട്ടുന്നേ? നിന്റെ അല്ലേ ആട്ടിയത്, അവളെ ആട്ടിയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.